ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ ഗർഭഛിദ്രം പരാതിയുടെ സമ്മതത്തോടെ എന്ന് കരുതേണ്ടി വരുമെന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. കാരണം വാട്സ്ആപ്പ് ചാറ്റുകൾ പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കിയിരുന്നു, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇത് പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്താണ് ഈ യുവതിക്ക് ഗർഭഛിദ്രത്തിന് മരുന്ന് നൽകിയത്. ഇത് യുവതി ആവശ്യപ്പെട്ടാണെന്നാണ് ഈ വാട്സ്ആപ്പ് ചാറ്റുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. തന്റെ സ്ഥലവും ലൊക്കേഷൻ അടക്കമുള്ളവ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് യുവതി ആവശ്യപ്പെട്ടതാണ് മരുന്ന് നൽകിയത് എന്നാണ് രാഹുൽ വാദിച്ചത്. ഇക്കാര്യം വ്യക്തമാക്കുന്ന വാട്സ്ആപ്പ് ചാറ്റുകൾ ഉണ്ടെന്നാണ് കോടതി പറയുന്നത്. ഇതോടൊപ്പം തന്നെ ഈ ഗർഭഛിദ്രം രാഹുലിന് നിർബന്ധപ്രകാരമായിരുന്നുവെന്ന് വിചാരണയിൽ വ്യക്തമാകണമെന്നും കോടതി പറയുന്നുണ്ട്. എന്തായാലും വലിയ നിർണായകമായ പരാമർശങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണ് കോടതി ചെയ്തിട്ടുള്ളത്. കർശനമായ വ്യവസ്ഥകൾ രാഹുലിനെതിരെ എത്ര തവണയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാൻ എൻ്റെ എന്നെ കേട്ട എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടം വേട്ടക്കപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു ക്രൂരനാക്കുവാനുള്ള വലിയ ശ്രമങ്ങൾ, അയാൾക്ക് ലൈംഗിക വൈകൃതമുണ്ട്, അയാൾ ക്രൂരനാണ്, അയാൾക്ക് ഒരു വൈൽഡ്നെസ് ഉണ്ട് എന്നൊക്കെ രീതിയിൽ ഒരു ക്രൂരതയുടെ മുഖം അയാൾക്ക് ചാർത്തി കൊടുക്കുവാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഒന്നാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ഹൈക്കോടതി അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കുമ്പോൾ ആ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം നമ്മൾ കണ്ടതും നമ്മൾ കേട്ടതിനും അപ്പുറത്തേക്ക് സത്യമെന്താണെന്ന് ഹൈക്കോടതി പറയുക. ഈ ഒന്നാമത്തെ പരാതി വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മൾ രാഹുലിനെ കുറിച്ച് കേട്ടുകൊണ്ടിരുന്നത്? അതല്ലെങ്കിൽ കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങൾ ഈ സമൂഹത്തോട് ഈ പൊതുമധ്യത്തിൽ എന്തൊക്കെയാണ് വിളമ്പിക്കൊണ്ടിരുന്നത് അല്ലേ? നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി. നിങ്ങളൊന്ന് ആലോചിക്കണം. കുഞ്ഞ് വേണമെന്ന് രാഹുൽ പറഞ്ഞു പോലും ആ കുഞ്ഞിനെ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി. എന്നിട്ട് നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റിന്റെ അന്ന് സോഷ്യൽ മീഡിയയിൽ കുറിപ്പെഴുതിയ അതിജീവിത, ആ കുറിപ്പെഴുതിയ ആ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന വാചകം ചായക്കപ്പിൽ പ്രിന്റ് ചെയ്തിട്ട് പൊതുമധ്യത്തിൽ വന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ ഊമ്പിച്ച പിണറായി വിജയൻ ഈ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് ഈ സോഷ്യൽ മീഡിയകളിൽ വലിയ ക്യാമ്പയിൻ നടത്തിയ ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. രാഹുൽ മാങ്കൂട്ടത്തിനോട് ഗർഭഛിദ്രം നടത്താൻ, അതായത് അബോർഷന് വേണ്ടിയുള്ള മരുന്നുകൾ ആവശ്യപ്പെട്ടതും അത് എത്തിക്കേണ്ട സ്ഥലമേതാണെന്ന് പറഞ്ഞു കൊടുത്തതും ആ സ്ഥലത്തിന്റെ ലൊക്കേഷൻ അയച്ചു കൊടുത്തതും ഒക്കെ ആരാണ്? ഇതേ അതിജീവിത. തന്റെ കുഞ്ഞിനെ കൊല്ലാൻ രാഹുലിനോട് മരുന്ന് ആവശ്യപ്പെട്ട അതിജീവിത സോഷ്യൽ മീഡിയയിൽ എന്താ കുറിച്ചത്? ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക്. എന്താ അഭിനയം, എന്തൊരഭിനയമാ! നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഈ കാര്യങ്ങൾ തെളിയിക്കുന്ന വാട്സപ്പ് ചാറ്റുകൾ രാഹുൽ മാങ്കൂട്ടം ഇന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോ കോടതി പറഞ്ഞത് എന്താ? നിർബന്ധിച്ചുള്ള ഗർഭഛിദ്രമാണെന്ന് കാണാൻ കഴിയുന്നില്ല, നിങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരമല്ലേ മരുന്നെത്തിച്ച് തന്നത് എന്നാണ് കോടതി ചോദിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് അവര് ഒരു നാണവും ഒരു മാനവും ഒരു ധാർമ്മികതയും എന്തിന്? ആ വയറ്റിലുണ്ടായ കുഞ്ഞിനോട് ഒരൽപ്പം സ്നേഹം, ഒരിറ്റ് ദയ എന്ന് ഞാൻ പറയുന്നില്ല, ഒരൽപ്പം സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അവരെഴുതുമായിരുന്നോ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന്? രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് നടന്നപ്പോൾ എഴുതുമായിരുന്നോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്രമാത്രം നീച പ്രവർത്തനങ്ങള്! ഇതൊക്കെ ആവശ്യപ്പെട്ട് ഇതൊക്കെ രാഹുലിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവനെതിരെ പീഡനവും ബലാത്സംഗവും ക്രൂരതയും ആരോപിച്ച് പരാതി നൽകിയിരിക്കുന്ന അതിജീവിത. എന്താണ് അന്തസ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണ് അന്തസ്? ഇപ്പൊ കോടതിക്ക് മുന്നിൽ ഇവിടെ മാധ്യമങ്ങളിൽ വന്നതൊന്നല്ല സ്ക്രീൻഷോട്ട്, മാധ്യമങ്ങളിൽ വന്നതൊന്നല്ല ചാറ്റുകൾ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. നമ്മൾ കണ്ടതത്രയും പലരുടെയും ആവശ്യപ്രകാരം എഡിറ്റ് ചെയ്ത് വേണ്ടുവോളം എഡിറ്റ് ചെയ്ത് ട്രിം ചെയ്ത് ഉണ്ടാക്കിയ ചില സാധനങ്ങൾ നമ്മൾ കണ്ടു. അതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് കോടതി ഇന്ന് കണ്ടു, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി കണ്ടു.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരുത്തൻ്റെ കൂടെ, വിവാഹിതയായ സ്ത്രീ ഒരുത്തൻ്റെ കൂടെ പോയി കിടക്കുക, വേണ്ടുവോളം ആസ്വദിക്കുക, അതിൽ നിന്ന് ഗർഭിണിയാവുക, എന്നിട്ട് ഗർഭിണിയായപ്പോൾ ഗർഭഛിദ്രം നടത്താൻ, അബോർഷൻ നടത്താൻ മരുന്ന് വേണമെന്ന് ആ വ്യക്തിയോട് ആവശ്യപ്പെടുക, എന്നിട്ട് എവിടെയാണ് ഉള്ളതെന്ന സ്ഥലം പറഞ്ഞു കൊടുക്കുക, അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ലൊക്കേഷൻ അയച്ചു കൊടുക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവനെ കൊണ്ട് ആ മരുന്ന് വാങ്ങിപ്പിച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് അവസാനം പരാതിയിൽ പറയാ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പരാതി കൊടുക്കുക. എന്നിട്ട് പരാതിയിന്മേൽ കൂടെ കിടന്നവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലഴിക്കുള്ളിൽ ഇടുമ്പോ സോഷ്യൽ മീഡിയയിൽ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക്. എത്രമാത്രം കാപട്യമാണെന്ന് നോക്കിയേ നിങ്ങൾ. കാപട്യം എന്ന് പറഞ്ഞാൽ കള്ളത്തരം. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറയാറില്ലേ? അതേ രീതിയല്ലേ ആ കുഞ്ഞിനെ ഇല്ലാതെയാക്കാൻ, ഗർഭസ്ഥ ശിശുവിനെ ഇല്ലാതെയാക്കാൻ മരുന്ന് വേണമെന്ന് രാഹുലിനോട് ആവശ്യപ്പെട്ട വ്യക്തി സോഷ്യൽ മീഡിയയിൽ കുറിക്കുക ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക്. ഒരു കാര്യം ആലോചിച്ചോ? കാലം സാക്ഷിയാണ്, ചരിത്രം സാക്ഷിയാണ്. ഇതിനൊക്കെ അപ്പുറം സാക്ഷിയായിട്ട് മറ്റൊരാൾ കൂടിയുണ്ട്. ഇതിനൊക്കെ ഉത്തരം പറയിപ്പിക്കാതെ, പകരം ചോദിക്കാതെ ഇതൊക്കെ അങ്ങ് കടന്നു പോകുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ആളെ പേര് ഞാൻ പറയുന്നില്ല. ഒരു 2014, 15, 16 ഘട്ടത്തിൽ ഇതേപോലെ കേരളത്തിൽ ഉറഞ്ഞു തുള്ളിയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഉറഞ്ഞു തുള്ളിയ ഒരു സ്ത്രീ. ആ സ്ത്രീ ഇന്ന് കിടപ്പുണ്ട്. എവിടെ? തമിഴ്നാട്ടിലെ വെല്ലൂരിലെ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. പുഴുവരിച്ച് നാറിക്കിടപ്പുണ്ട്. അതുപോലെ ഗതി വരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ രാഹുലിനോട് ചെയ്ത ക്രൂരതക്കും കാലം പകരം ചോദിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഗർഭസ്ഥ ശിശു, തൻ്റെ വയറ്റിൽ കിടക്കുന്ന ഗർഭസ്ഥ ശിശുവിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്, ഗർഭം കലക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് മരുന്നാവശ്യപ്പെട്ട് അഡ്രസ്സും ലൊക്കേഷനും അയച്ചു കൊടുത്തിട്ട് അത് വാങ്ങി കഴിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം അത് രാഹുലിൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് അതും കഴിഞ്ഞ് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കുറിപ്പെഴുതി മുതലക്കണ്ണീരിറക്കിയിട്ട് ഈ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ക്രൂരന്റെ മുഖമുണ്ടാക്കുവാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും. ആ കുഞ്ഞിനോട് മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാഹുലിനോട് മറുപടി പറയണമെന്ന് ഞാൻ പറയുന്നില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങൾ, കേരളത്തിലെ കഴുകന്മാർ PR വർക്ക് ഏജൻസികളായി AKG സെന്ററിൽ നിന്ന് പോക്കറ്റിൽ ചുരുട്ടിയിട്ട് കൊടുത്തതനുസരിച്ച് രാഹുലിനെ ക്രൂരനാക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത കഥകൾ എന്തൊക്കെയായിരുന്നു? ഈ ഒന്നാമത്തെ പരാതി മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്ന അന്നു മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നതും കണ്ടുകൊണ്ടിരുന്നതും എന്തൊക്കെയായിരുന്നു? പക്ഷേ ഇവര് പറഞ്ഞതൊന്നുമല്ലല്ലോ കോടതിയിലെത്തുമ്പോൾ നടക്കുന്നത്. കോടതി പറയുന്ന ചോദ്യങ്ങൾക്ക്, കോടതി ചോദിക്കുന്ന നിരീക്ഷണങ്ങൾക്ക്, അല്ലെങ്കിൽ കോടതിയുടെ പരാമർശങ്ങൾക്ക് യാതൊരുവിധ മറുപടിയുമില്ലാതെ ഈ പരാതിക്കാരി ഒരു മൂലക്കിരിപ്പുണ്ടല്ലോ. എന്തു പറ്റി? കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ രാഹുലിനെ കുറിച്ച് പറഞ്ഞതല്ലല്ലോ പരാതിക്കാരിക്ക് കോടതിയിൽ പറയാനുള്ളത്. കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാവുന്നില്ലല്ലോ. രാഹുൽ നിർബന്ധിച്ചു ഗർഭഛിദ്രം നടത്തി എന്നല്ല പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ സമർപ്പിച്ചിരിക്കുന്ന ഈ വാട്സപ്പ് ചാറ്റ്, അതിൽ നിങ്ങൾ ഈ പരാതിക്കാരി രാഹുലിനോട് ആവശ്യപ്പെടുന്നു മരുന്ന് വാങ്ങിക്കൊടുക്കാൻ, എന്നിട്ട് അഡ്രസ്സും ലൊക്കേഷനും പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ ആരെയാണ് നിർബന്ധിച്ചത്? രാഹുല് ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചോ അതോ ഗർഭഛിദ്രത്തിനുള്ള മരുന്ന് വാങ്ങാൻ രാഹുലിനെ ഈ പരാതിക്കാരി നിർബന്ധിച്ചോ? ഇതല്ലേ ഇവിടെ വിഷയം. ഇവിടെ ആരാണ് ക്രൂരൻ? ആരാണ് ഗർഭസ്ഥ ശിശുവിനെ ഇല്ലാതെയാക്കിയത്? ആരാണ് ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറയാൻ അർഹതയുള്ളവര്?
മുതലക്കണ്ണീരല്ലേ നമ്മൾ കണ്ടത്, കള്ളക്കണ്ണീരല്ലേ നമ്മൾ കണ്ടത്. കേരളത്തിന്റെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ ക്രൂരതയുടെ മുഖമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ല അവർ ചെയ്തത്. ഒന്നാലോചിച്ച് നോക്കിയേ നിങ്ങള്. എന്നിട്ട് ഇതിനൊക്കെ ഓശാന പാടുന്ന ഈ കേരളത്തിലെ വേശ്യ മാധ്യമങ്ങൾക്ക് ഇന്നിനി എന്താണ് പറയാനുള്ളത് ഈ കാര്യത്തെക്കുറിച്ച്? കോടതി പറഞ്ഞത് കേട്ടില്ലേ? കോടതിയുടെ നിരീക്ഷണം കണ്ടില്ലേ? കോടതിയുടെ പരാമർശങ്ങൾ കണ്ടില്ലേ? ഇവിടെ രാഹുൽ മാങ്കൂട്ടം ആരെയും നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയതിനുള്ള ഒന്നും തന്നെ കാണുന്നില്ല എന്ന് മാത്രമല്ല, മറിച്ച് ഗർഭഛിദ്രത്തിനുള്ള മരുന്ന് എത്തിക്കാൻ ആവശ്യപ്പെട്ടതും എത്തിക്കേണ്ട സ്ഥലം പറഞ്ഞു കൊടുത്തതും ആ സ്ഥലത്തേക്ക് എത്തുവാനുള്ള ലൊക്കേഷൻ അയച്ചു കൊടുത്തതും ഈ പരാതിക്കാരിയല്ലേ? ഇതിനെക്കുറിച്ച് കേരളത്തിലെ വേശ്യ മാധ്യമങ്ങൾക്ക്, ഈ കൂട്ടിക്കൊടുപ്പുകാർക്ക് ഒന്നും പറയാനില്ലേ? ഇല്ലേ? എന്താ പറയാത്തത്? അതോ കോടതിക്ക് മുകളിൽ ഞങ്ങളാണ് കോടതി എന്നാണോ കേരളത്തിലെ വേശ്യ മാധ്യമങ്ങൾ, കൂട്ടിക്കൊടുപ്പുകാര്, പൊളിറ്റിക്കൽ പിമ്പിങ്ങിന്റെ ഉപജ്ഞേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതിനെക്കുറിച്ച് നിങ്ങൾ പറയണല്ലോ. പരാതിക്കാരി പരാതിയിൽ പറയുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ കാര്യം, നിങ്ങൾ മണിക്കൂറുകളോളം ചർച്ചകൾ ചെയ്ത തലക്കെട്ടുകൾ ഉണ്ടാക്കിയ, സ്റ്റോറികൾ ഉണ്ടാക്കിയ കാര്യത്തെക്കുറിച്ച് അങ്ങനെയല്ലെന്ന് കോടതി പറയുമ്പോൾ തിരുത്തി പറയാൻ ഈ വേശ്യ മാധ്യമങ്ങൾ തയ്യാറുണ്ടോ? ഉണ്ടാവണമല്ലോ. അതല്ലേ നീതി, അതല്ലേ ന്യായം എന്ന് പറയുന്നത്, അതല്ലേ ധാർമ്മികത എന്ന് പറയുന്നത്. അതിനെവിടെയാ ധാർമ്മികതയല്ലേ? ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലിരിക്കുന്നവരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ കാശ് പോക്കറ്റിലേക്ക് വരുമെങ്കിൽ അവരെയും കൂട്ടിക്കൊടുക്കാൻ ഉളുപ്പില്ലാത്ത, മടിയില്ലാത്ത, നെറികെട്ട, നാണം കെട്ട വർഗങ്ങൾ. എന്നിട്ട് ആ കാശ് കൊണ്ടുപോയിട്ട് പൃഷ്ടാണ്ടം മുന്നിട്ട് വിഴിഞ്ഞി നക്കിയിട്ട് വയറും വീർപ്പിച്ച് നടക്കാനും നാണമില്ലാത്ത നെറികെട്ട ഒരു വർഗമായിട്ട് കേരളത്തിലെ വേശ്യ മാധ്യമങ്ങൾ മാറിയതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം അല്ലേ? നിങ്ങളിതൊന്നും കണ്ടു നോക്ക്. അപ്പൊ കോടതി ഇത്ര കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ എവിടെയാ ബലാത്സംഗം? ഇവിടെ എവിടെയാ പീഡനം? ഇവിടെ എവിടെയാ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തുന്നത്? ഇവിടെ എവിടെയാ ക്രൂരത? ഏത് കുഞ്ഞിനൊപ്പമാ ഇപ്പം ഞാൻ പറയുന്നു? ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന ആ കുഞ്ഞിനോട് ഞാൻ പറയുന്നു, തള്ള പറഞ്ഞതുപോലെയല്ല, കാപട്യമല്ല, മുതലക്കണ്ണീരല്ല, ആത്മാർത്ഥതയോടുകൂടി നെഞ്ചത്ത് കൈവച്ച് ഞാൻ പറയുന്നു, ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന്. രാഹുൽ മാങ്കൂട്ടവും അത് പറയാൻ അവകാശപ്പെട്ടവനാ. ചെയ്തതും ചെയ്യിപ്പിച്ചതും പരാതിക്കാരി തന്നെയെന്ന് കോടതി ആവർത്തിച്ച് പറയുന്നു.